ശ്രീനഗറിൽ നിന്നും നമ്മുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ശ്രീനഗറിൽ അവിടെ ഈ പഹൽഗാമിൽ കൊല്ലപ്പെട്ട 29 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം നടപടികളിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അന്തിമ ഉപചാരം അർപ്പിക്കും. പിന്നീട് ഡൽഹിയിൽ എത്തിച്ച ശേഷം അതാത് സംസ്ഥാനങ്ങളിലേക്ക് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന പ്രക്രിയ അതും ഇന്ന് പൂർത്തിയാക്കും എന്ന് കരുതാമല്ലോ. ശ്രീനഗറിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, 29 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. പരിക്കേറ്റവരുടെ ചിലരുടെയെങ്കിലും നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലാകെ അതീവ സുരക്ഷയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കാശ്മീരിലുണ്ട്. അദ്ദേഹം പെഹൽഗാമിലേക്ക് സന്ദർശനം നടത്തുവാൻ വേണ്ടി ഇന്നലെ എത്തിയിരുന്നു. അതിനാൽ തന്നെ ഈ പെഹൽഗാം, അനന്തനാഗ് മുതൽ പെഹൽഗാം വരെയുള്ള മേഖല പൂർണ്ണമായും CRPFിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും അധീനതയിലാണ്, അവരുടെ പൂർണ്ണമായ സംരക്ഷണയിലാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് ടൂറിസ്റ്റുകളെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയോ ആരെയും തന്നെ കടത്തിവിടുന്നില്ല. ഇതിനോടകം തന്നെ ഈ മരണപ്പെട്ടവരുടെയും കൊല്ലപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ ഈ ശ്രീനഗറിലെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഡെഡ് ബോഡികൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ആശുപത്രിയിലേക്ക് എത്തി ഈ മരണപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങളെല്ലാം ഡൽഹിയിലേക്ക് എത്തിക്കുക. വിവിധ സംസ്ഥാനത്തിൽ നിന്നും ഉൾപ്പെട്ടവരുണ്ട്, കേരളത്തിൽ നിന്നുമുള്ളവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുമുണ്ട്, അതേപോലെ തന്നെ കർണാടക, മഹാരാഷ്ട്ര എന്നിങ്ങനെ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി ആൾക്കാർ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും അടക്കമുള്ളവർ ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാ മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിച്ച ശേഷമാകും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതാത് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം, ഒപ്പം തന്നെ ഇന്നലെ ഉണ്ടായ ഈ ഒരു സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലാകെ, പ്രത്യേകിച്ച് കാശ്മീരിൽ ശ്രീനഗർ മേഖലയിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ 200 മീറ്റർ ഗ്യാപ്പുകളിലും കൃത്യമായി CRPFിൻ്റെ ഭടന്മാർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. സമാനമായ രീതിയിൽ ഓരോ 200 മീറ്ററിലും ഇത്തരം CRPFിൻ്റെ ജവാന്മാർ കാവൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അനന്തനാഗിലേക്കുള്ള ഹൈവേയിലാണ്. ഈ ഹൈവേയിൽ പോലും ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അല്പം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വനമേഖലയാകും. അവിടെ കൂടുതൽ ഏതാണ്ട് 100 മീറ്റർ അകലത്തിൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾ CRPFിൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സുരക്ഷാ ഭടന്മാരെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ ഓരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷമാകും ആഭ്യന്തരമന്ത്രി അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിനോ, അതെ, ആഭ്യന്തരമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് എത്തി മൃതദേഹങ്ങൾക്ക് അന്തിമ ഉപചാരം അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്ന ആ കൃത്യമായ ആ ഒരു തീരുമാനങ്ങൾക്കൊക്കെ അദ്ദേഹം നേതൃത്വം നൽകുന്നു. അവിടെ ഭീകരാക്രമണം നടത്തിയ അവർക്കായി തെരച്ചിൽ വളരെ ശക്തമാണ്. സൈന്യം എല്ലാ മേഖലയും അരിച്ചുപിറക്കിക്കൊണ്ട് അവർക്കുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. 7 അംഗ സംഘമാണ് അക്രമം നടത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതേപോലെ തന്നെ ഈ അക്രമം നടത്തിയത്, അതിൻ്റെ ഉത്തരവാദിത്തം ഒരു പ്രധാനപ്പെട്ട ഭീകര സംഘടന അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ അക്രമത്തിൻ്റെ സൂത്രധാരൻ ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ സെയ്ഫുള്ള ഖാലിദ് ആണ് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടല്ലോ നന്ദഗോപൻ. ലഷ്കർ ഇ തോയ്ബ തന്നെയാണ് അക്രമത്തിന് പിന്നിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ പോലും. അതായത് ഈ അക്രമം ഉണ്ടായത്, അതായത് മോഡ് ഓഫ് ഓപ്പറാണ്ടി, അത് പ്രധാനമായും പരിശോധിച്ചാൽ ഈ മേഖലയിലേക്ക്, അതായത് ഈ പെഹൽഗാം മേഖലയിലേക്ക് ഇന്നലെ അക്രമം നടന്ന ആ താഴ്വരയിലേക്ക് അവിടെ വാഹനങ്ങൾ എത്തിപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടേക്ക് എത്തണമെങ്കിൽ കാൽനടയായോ അല്ലെങ്കിൽ കുതിരയുടെയോ കഴുതയുടെയോ ഒക്കെ സഹായത്താലാണ് അവിടേക്ക് ഈ വിനോദസഞ്ചാരികൾ എത്തുന്നത്. ഇന്നലെ ഏതാണ്ട് 1:30 മണി സമയത്താണ്
ഈ അക്രമം ഉണ്ടാകുന്നത്. ഈ താഴ്വരയിൽ നിന്നും ആൾക്കാരിങ്ങനെ കുതിരപ്പുറത്തും കാൽനടയായും താഴേക്ക് ഇറങ്ങി വന്നിരുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് 4-5 പേർ എന്നാണ്. ഈ 4-5 പേർ പെട്ടെന്ന് ഈ പട്ടാളത്തിൻ്റെ യൂണിഫോം ധരിച്ച് ഇവർക്ക് മുന്നിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്നു. അവരോട് ആദ്യം തിരക്കുന്നത് നിങ്ങളുടെ മതം ഏതാണ്, പേരാണ് ആദ്യം അന്വേഷിക്കുന്നത്. അവർ മുസ്ലിങ്ങളല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഖുറാനിലെ ഏതാനും വാചകങ്ങൾ, ശ്ലോകങ്ങൾ ചൊല്ലാൻ അവർ നിർദ്ദേശിച്ചു. അത് പറ്റില്ല, അല്ലെങ്കിൽ അതിന് വഴങ്ങാത്തവരെ അപ്പോൾ തന്നെ വെടിവെച്ച് ഇടുകയായിരുന്നു എന്നുള്ളതാണ്. പോയിന്റ് ബ്ലാങ്കിൽ പോലും പലരെ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വളരെ ക്രൂരമായ ഒരു അക്രമമാണ് ഇന്നലെ ഈ പെഹൽഗാമിൽ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിന്നും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഒരു ബൈക്ക്, ഒരു കറുത്ത കളറുള്ള ബൈക്ക്, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് ഈ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഭീകരവാദികളുടെ ആകാം ഈ ബൈക്ക് എന്നുള്ളതാണ് ഈ ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ അങ്ങനെയാണ് അവർ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു ബൈക്കല്ല, ഒരു പക്ഷേ കൂടുതൽ ബൈക്കുകളിലായിരിക്കാം ഈ സംഘം ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രാദേശികമായ സഹായം ലഭിക്കാതെ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ, ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ജമ്മു കാശ്മീർ പോലീസിനുള്ളത്. ഏതായാലും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ CRPFിൻ്റെയും കരസേനയുടെയും പ്രത്യേക ഉദ്യോഗസ്ഥരെ, പ്രത്യേകം പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് പൂർണ്ണമായും വിന്യസിച്ച് ഈ മേഖലയാകെ അരിച്ചു പെറുക്കുകയാണ്. ഒരു തരത്തിലും ഈ അക്രമികൾ, ഭീകരവാദികൾ ഇന്നലെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയാൽ അവർ ഈ മേഖലയിൽ നിന്നും രക്ഷപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ തിരച്ചിൽ, പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് സമഗ്രമായ തിരച്ചിലാണ് ഈ അനന്തനാഗ്, അതേപോലെ തന്നെ പെഹൽഗാം തുടങ്ങിയ മേഖലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദഗോപൻ, നമ്മൾക്കറിയാം ഇതിപ്പോൾ ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു വേനൽക്കാലമാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു കാലയളവ് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിരവധി മലയാളികളാണ് ജമ്മു കാശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിലേക്ക് പോയിട്ടുള്ളത്. അതിൽ പ്രമുഖരുണ്ട്, സാധാരണക്കാരുണ്ട്. പ്രമുഖരുടെ പട്ടിക നോക്കിയാൽ MLA മാരുണ്ട്. മുകേഷ്, T സിദ്ദിഖ്, അതേപോലെ തന്നെ KPM മജീദ്, അതേപോലെ തന്നെ ആൻസിലൻ അടക്കമുള്ള MLA മാർ ജമ്മു കാശ്മീരിൽ സന്ദർശനത്തിനായി, വിനോദസഞ്ചാരത്തിനായി പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്നുള്ള ജസ്റ്റിസുമാർ ഒക്കെ തന്നെ, അനിൽ K നരേന്ദ്രൻ അടക്കമുള്ള ജസ്റ്റിസുമാർ, ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഈ ജനപ്രതിനിധികളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ ഇവരുമായി ടെലിഫോണിൽ സംസാരിച്ചതാണ്. ഇവർ നാളെ മടങ്ങിയെത്തും എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മലയാളികളായ ഈ MLA മാർ, ജസ്റ്റിസുമാർ, ഇവരുടെ പ്രതികരണങ്ങൾ ഇന്ന് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാൻ കഴിയുന്നുണ്ടോ നന്ദഗോപൻ? നമുക്ക് ഇന്നും അവരെ ബന്ധപ്പെടാൻ സാധിച്ചു. അവരെല്ലാം MLA മാരും അതേപോലെ തന്നെ ജഡ്ജിമാരും ഒക്കെ തന്നെ അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവർ നേരിടേണ്ട ഒരു സാഹചര്യമില്ല. നിലവിൽ അവർ ഹോട്ടൽ മുറികളിൽ വിശ്രമിക്കുകയാണ്. പലരുടെയും ഫ്ലൈറ്റ് ഇന്ന് വൈകുന്നേരമാണ് ഡൽഹിക്കുള്ളത്. അങ്ങനെ പലരും ഇന്ന് വൈകുന്നേരം തന്നെ ഡൽഹിക്ക് മടങ്ങും. ഏതായാലും ഈ ഒരു അക്രമ സംഭവം, ഈ കൊലപാതക പരമ്പര നടക്കുമ്പോൾ, ഈ അക്രമ പരമ്പര നടക്കുമ്പോൾ ഇവരാരും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ അവർ ഈ മേഖല സന്ദർശിച്ചിരുന്നു. എന്നാൽ രാവിലെയോടെ ഈ മേഖല സന്ദർശിച്ച് അവർ മടങ്ങിയതിന് ശേഷമാണ് ഈ മേഖലയിൽ അക്രമം നടന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും കേരളത്തിൽ നിന്നുള്ള MLA മാരും അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ വേനൽ അവധിക്കാലമാണ്. ധാരാളം വിനോദസഞ്ചാരികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തുവാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ ഇന്നിപ്പോൾ രാവിലെ വിമാനത്തിൽ ഫ്ലൈറ്റിലെ ഇവിടേക്ക് ശ്രീനഗറിലേക്ക് വരുമ്പോഴും വലിയ രീതിയിൽ മലയാളികളുടെ വലിയൊരു കൂട്ടം ആ വിമാനത്തിലുണ്ടായിരുന്നു. മറ്റ് വിമാനങ്ങളിലും വലിയ മലയാളികളുടെ സംഘമുണ്ടായിരുന്നു. മലയാളികൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിലെ ഈ ക്ലൈമറ്റും ഇതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ അനന്തനാഗിൽ നിന്നും മേളിലേക്കുള്ള സ്ഥലങ്ങൾ, അനന്തനാഗിൽ നിന്നും പെഹൽഗാം അടക്കമുള്ള മേഖലയിലേക്ക് ഒരു സഞ്ചാരികളെയും കടത്തിവിടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനു മുമ്പായിട്ട് സംഘം എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ പൂർണ്ണമായും CRPFിൻ്റെ ഒരു ബാരിക്കേഡ് വെച്ചുകൊണ്ട് വാഹനങ്ങൾ പൂർണ്ണമായും തടയുകയാണ്. അതേപോലെ തന്നെ നിലവിൽ അവിടെ ഈ അനന്തനാഗ് മേഖലയിലും അതേപോലെ തന്നെ പെഹൽഗാമിലൊക്കെ ഉണ്ടായിരുന്ന സഞ്ചാരികളെ അവരെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്നും ഒഴിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ഇപ്പോഴും ഈ മേഖലയിൽ ഒരു പക്ഷേ ഇന്നലെ അക്രമം നടത്തിയ ഭീകരവാദികൾ അവർ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജമ്മു കാശ്മീർ പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ തിരച്ചിലും അന്വേഷണവുമാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാടെടുത്തു കഴിഞ്ഞു. ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെങ്കിലും അവരെ വെറുതെ വിടില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള
ഉറച്ച നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞു. സമാനമായ ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് ഈ വിവിധ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത സംഘവും മുന്നോട്ട് നീങ്ങിയാണ്. CRPF-ൻ്റെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ തന്നെ പ്രത്യേക സംഘമാണ് ഈ അന്വേഷണത്തിനായിട്ടും അതേപോലെ തന്നെ ഈ തിരച്ചിലിനായിട്ടും അവരെ നിയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കൂടുതൽ സുരക്ഷ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ CRPF-ൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഭടന്മാരെ ഈ സൈനികരെ ഈ മേഖലയിലേക്ക് അതേപോലെ തന്നെ കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ വിവിധ മേഖലകൾക്ക് വിന്യസിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം അതേപോലെ തന്നെ ഹോം മിനിസ്റ്ററുടെ വിസിറ്റൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷാ വലയത്തിലാണ് ഈ ശ്രീനഗറും അതേപോലെ തന്നെ കാശ്മീരും പരിസരവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ വാഹനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നു, വിനോദസഞ്ചാരികളെ അടക്കം പരിശോധിക്കുന്നു, അവരുടെ ബാഗുകൾ അടക്കം പരിശോധിച്ചാണ് അവരെ പല മേഖലകളിലേക്കും കടത്തിവിടുന്നത്. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഈ ഹോം മിനിസ്റ്ററുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മൃതദേഹങ്ങൾ ഡൽഹിക്ക് മാറ്റുവാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോ.